നിപ്പ വൈറസ് വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു മാരക വൈറസാണ് നിപ്പ. ദർ ഇസ് നോ നീഡ് ടു ബി അഫ്രൈഡ് ഓഫ്. ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണബോധവും ജനങ്ങളുടെ ശരിയായ സഹകരണവുമായിരുന്നു ഇന്നും നമുക്ക് വേണ്ടത്. അത് തന്നെയാണ്. നിപ്പ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറസ് മാത്രമല്ല, അതൊരു പോരാട്ടമാണ്, ഒരു പാഠമാണ്. ആ പോരാട്ടത്തിനോടൊപ്പം ചരിത്രം ഒരിക്കലും മറക്കാത്തൊരു പേരുണ്ട്, സിസ്റ്റർ ലിനി. അതുകൊണ്ടാണ് നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ലെന്ന് പറയുന്നത്. അതൊരു ഉത്തരവാദിത്വമാണ്, ഒരു സേവനമാണ്. ഹായ്, വെൽക്കം ടു ഇംബ്രൻസ് അക്കാദമി. നമ്മുടെ കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. കോഴിക്കോട് നിപ്പ സംശയത്തെ തുടർന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോൺടാക്ട് ട്രേസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിരോധ നടപടികളും ഓൾറെഡി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദർ ഇസ് നോ നീഡ് ടു ബി അഫ്രൈഡ് ഓഫ്. ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഈ വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 2018 നിപ്പ ദിനങ്ങളെയാണ്. കാരണം നിപ്പ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറസ് മാത്രമല്ല, അതൊരു പോരാട്ടമാണ്, ഒരു പാഠമാണ്. ആ പോരാട്ടത്തിനോടൊപ്പം ചരിത്രം ഒരിക്കലും മറക്കാത്തൊരു പേരുണ്ട്, സിസ്റ്റർ ലിനി. ഒരു നഴ്സ്, അതിലുപരി മറ്റൊരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും മറന്നുപോയ ഒരു മനുഷ്യ സ്നേഹി. ഇന്ന് വീണ്ടും നിപ്പ വാർത്തകളിൽ നിറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഒരു രോഗി ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് രോഗത്തിനെതിരെയുള്ള ഒരു നിശബ്ദ പോരാട്ടമാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഓരോ നിമിഷവും രോഗിയുടെ ജീവൻ രക്ഷിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നഴ്സുമാർ ഒരു PPE കിറ്റ് ധരിച്ച് മണിക്കൂറുകളോളം രോഗിയുടെ അടുത്ത് നിൽക്കുന്നു. രോഗിക്ക് മരുന്നുകൾ കൊടുക്കുന്നു, ഓക്സിജൻ ലെവൽ നിരീക്ഷിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് പോലും എത്താൻ പറ്റാത്ത സിറ്റുവേഷനിലും ഒരു നഴ്സാണ് ആ രോഗിക്കുള്ള ഏക മനുഷ്യ സാന്നിധ്യം. അതുകൊണ്ടാണ് നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ലെന്ന് പറയുന്നത്. അതൊരു ഉത്തരവാദിത്വമാണ്, ഒരു സേവനമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു നഴ്സാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എത്ര വിലപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പൊതുജനങ്ങളിൽ പെട്ട ഒരാളാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ് നിപ്പ വൈറസ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു മാരക വൈറസാണ് നിപ്പ. വവ്വാലുകളാണ് ഇതിൻ്റെ പ്രധാന ക്യാരിയേഴ്സായി പറയപ്പെടുന്നത്. രോഗബാധിതരായ വ്യക്തിയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതും ഈ അസുഖം പകരുന്നതിന് കാരണമാകും. എന്തൊക്കെയാണ് നിപ്പയുടെ പ്രധാന ലക്ഷണങ്ങൾ? തുടക്കത്തിൽ ഇതൊരു സാധാരണ പനി പോലെ തോന്നിയേക്കാം. എന്നാൽ പിന്നീട് ശക്തമായ പനി, കടുത്ത തലവേദന, ശരീരക്ഷീണം, വൊമിറ്റിംഗ്, ശ്വാസതടസ്സം, മാനസിക ആശയക്കുഴപ്പം എന്നീ ലക്ഷണങ്ങളും രോഗി കാണിക്കാം. ചില പേഷ്യൻസിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അതിനാൽ ഒരിക്കലും ഈ രോഗലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കരുത്. വ്യക്തിപരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. വവ്വാലുകൾ കടിച്ചതോ കേടുപാടുകൾ വന്നതോ ആയിട്ടുള്ള യാതൊരു പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കരുത്. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. എന്തെങ്കിലും ആരോഗ്യ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക. രോഗികളുമായുള്ള സമ്പർക്കം മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 2018 കേരളം നിപ്പയെ നേരിട്ടു, 2019 നേരിട്ടു. അതിനുശേഷവും നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോയി. അന്ന് നമ്മളെ രക്ഷിച്ചത് ഭയമല്ലായിരുന്നു, ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണബോധവും ജനങ്ങളുടെ ശരിയായ സഹകരണവുമായിരുന്നു. ഇന്നും നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. സിസ്റ്റർ ലിനിയുടെ ത്യാഗം നമ്മളെ പഠിപ്പിച്ചൊരു വലിയ സത്യമുണ്ട്. ഒരു സമൂഹത്തെ സുരക്ഷിതരാക്കാൻ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം നമുക്ക് ആവശ്യമാണ്. ഭയമല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. കാരണം നിപ്പയെ തോൽപ്പിക്കുന്നത് ഭയമല്ല, ഉത്തരവാദിത്വബോധവും ജാഗ്രതയുമാണ്.